സംഖ്യ എന്ന് പറഞ്ഞാൽ എണ്ണുക. എണ്ണി എണ്ണി നമ്മൾ എന്തല്ല അതൊക്കെ മാറ്റി വയ്ക്കുക. അവസാനം എന്ത് ബാക്കി വരുന്നു അതാണ് നമ്മൾ. ഈ ശരീരത്തിൽ നിന്നും എല്ലാ ജ്ഞാനേന്ദ്രിയങ്ങളെയും മാറ്റി, എല്ലാ കർമ്മേന്ദ്രിയങ്ങളെയും മാറ്റി, പഞ്ചഭൂതത്തെയും മാറ്റി, ഇന്ദ്രിയ വിഷയങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ, മനസ്സ്, ബുദ്ധി, നിത്യാഹങ്കാരത്തെ മാറ്റിക്കഴിഞ്ഞാൽ എന്താണോ അവശേഷിക്കുന്നത് അതാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് സാഖ്യം. അതേ അവബോധത്തിൽ എപ്പോഴും ഇരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ ഇതാണ്, അടിസ്ഥാനം ഇതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിക്കണം, സാഖ്യയോഗ സിദ്ധാന്തം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ദിനചര്യ, ജീവിതം എങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മൾ ശരീരമല്ല ആത്മാവാണെന്നുള്ള തിരിച്ചറിവിലൂടെ ശാരീരികമായിട്ടുള്ള എല്ലാ ആവശ്യകതകളിൽ നിന്നും അകന്ന് നമ്മൾ ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നു.